ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് വോളിയം പ്രൊഫൈലിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 നമ്മൾ എന്താണ് വോളിയം പ്രൊഫൈൽ, എങ്ങനെ നമുക്കത് യൂസ് ചെയ്യാം, എങ്ങനെ നമുക്കതിൻ്റെ കോമ്പണൻസ് ഐഡൻറ്റിഫൈ ചെയ്യാം, ഈ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരാണെങ്കിൽ ഫസ്റ്റ് ആ ഒരു പാർട്ട് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണുക. ഓക്കെ, അപ്പം ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ആണ്. വോളിയം പ്രൊഫൈൽ യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സോ നമ്മൾ കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ്ലി നമ്മൾ സ്ട്രാറ്റജിയിൽ സോട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ എൻട്രി ഇൻ ബുള്ളിഷ് മാർക്കറ്റ് അല്ലെങ്കിൽ എൻട്രി ഇൻ ബുള്ളിഷ് ട്രെൻഡ്. ഒരു ബുള്ളിഷ് ട്രെൻഡാണ് നമ്മളുടെ മുൻപിലുള്ളതെങ്കിൽ നമുക്ക് ഈ ഒരു താഴെ കാണുന്ന 3 സെറ്റപ്പുകൾ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പൺ എബവ് വാല്യൂ ഏരിയ. ഒരു ബുള്ളിഷ് ട്രെൻഡിൽ വാല്യൂ ഏരിയനെ കണ്ട് മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു സെറ്റപ്പ് യൂസ് ചെയ്യാം. ബൈ അറ്റ് VAH. VAH എന്ന് പറഞ്ഞാൽ പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വാല്യൂ ഏരിയ ഹൈ, ദെൻ അല്ലെങ്കിൽ POC, പോയിന്റ് ഓഫ് കൺട്രോൾ. ഈ 2 ലൊക്കേഷനിൽ നമുക്ക് ബൈ എൻട്രി എടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു ബുള്ളിഷ് ട്രെൻഡാണ്, ദെൻ മാർക്കറ്റ് നെക്സ്റ്റ് ഡേ ഓപ്പൺ ചെയ്യുന്നത് വാല്യൂ ഏരിയൻ്റെ മുകളിലാണെങ്കിൽ നമുക്ക് എന്താണ് ലോജിക്ക് നോക്കുവാണെങ്കിൽ സ്റ്റിൽ ആ ഒരു ബുള്ളിഷ് വ്യൂ തന്നെയാണ് ഉള്ളത്, അല്ലെങ്കിൽ സ്റ്റിൽ ആ ഒരു മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുള്ളിഷ് തന്നെയാണ്. അതുകൊണ്ടാണ് മാർക്കറ്റ് അതിൻ്റെ മുകളിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സ്റ്റിൽ ബയേഴ്സിന് അവിടെ ഇൻട്രസ്റ്റ് ഉണ്ടെന്നാണ്. അപ്പോൾ എപ്പോഴാണോ വാല്യൂ ഏരിയയിലോട്ട് വരുന്നത്, വാല്യൂ ഏരിയ ഹൈയിലോട്ട് വരുന്നത്, അപ്പോൾ നമുക്കൊരു ബൈ എൻട്രി നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ പോയിന്റ് ഓഫ് കൺട്രോളിൽ നമുക്കൊരു ബൈ എൻട്രി നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ഫിഗറിൽ നമുക്ക് നോക്കാം. നെക്സ്റ്റ് രണ്ടാമത്തെ സ്ട്രാറ്റജി, ഒരു ബുള്ളിഷ് മാർക്കറ്റിൽ ഓപ്പൺ വിത്തിൻ വാല്യൂ ഏരിയ. എപ്പോഴാണോ മാർക്കറ്റ് ആ ഒരു വാല്യൂ ഏരിയൻ്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ബൈ അറ്റ് POC അല്ലെങ്കിൽ VAL. VAL എന്ന് പറഞ്ഞാൽ വാല്യൂ ഏരിയ ലോ പോയിന്റ്. സോ മാർക്കറ്റ് ബുള്ളിഷ് മാർക്കറ്റാണ്, നെക്സ്റ്റ് ഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് വാല്യൂ ഏരിയൻ്റെ ഉള്ളിൽ തന്നെയാണ്. ദാറ്റ് മീൻസ് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല, സെയിം സെൻറ്റിമെൻറ്റ് തന്നെയാണ് ഉള്ളത്. എവിടെയാണോ ആ ഒരു വാല്യൂ ഏരിയ ഉള്ളത് അതിൻ്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റും സ്റ്റിൽ മാർക്കറ്റ് എന്താണ് അതേ സെയിം സെൻറ്റിമെൻറ്റ് തന്നെയാണ്, അതായത് ബുള്ളിഷ് സെൻറ്റിമെൻറ്റ്. അപ്പോൾ എന്താണ് എപ്പോഴാണോ POCയിലോട്ട് വരുന്നത് അപ്പോൾ നമുക്കൊരു മാർക്കറ്റിൽ ഒരു ബൈ എൻട്രി എടുക്കാം, അല്ലെങ്കിൽ എപ്പോഴാണോ വാല്യൂ ഏരിയ ലോയിലോട്ട് വരുന്നത് അപ്പോൾ നമുക്കൊരു ബൈ എൻട്രി നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി മൂന്നാമത്തെ സെറ്റപ്പ് ഓപ്പൺ ബിലോ വാല്യൂ ഏരിയ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ബുള്ളിഷ് മാർക്കറ്റാണ്, ദെൻ നെക്സ്റ്റ് ഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് എന്താണ്, ഇത് വാല്യൂ ഏരിയ ആണെങ്കിൽ വാല്യൂ ഏരിയൻ്റെ താഴെ ഓപ്പൺ ചെയ്തു. ദാറ്റ് മീൻസ് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് മേ ബി ചേഞ്ച് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത്. ഓക്കെ, അത് പല ഫാക്ടേഴ്സ് കൊണ്ട് ആയിരിക്കാം. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കണ്ടീഷൻ വരുന്ന സമയത്ത് നമുക്ക് സെൽ അറ്റ് VAL, സെൽ എൻട്രി ആണ് ഓർത്തിരിക്കുക. ബാക്കി രണ്ടും നമ്മൾ ബൈ എൻട്രി ആണ് പറഞ്ഞിരിക്കുന്നത്. ഇത് സെൽ അറ്റ് VAL, വാല്യൂ ഏരിയ ലോ, അല്ലെങ്കിൽ സെൽ അറ്റ് POC. ഈ 2 കാര്യങ്ങൾ, ഈ 3 സെറ്റപ്പുകൾ നമ്മൾ ഓർത്തിരിക്കുക. ഇപ്പോൾ തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഞാനിവിടെ കുറച്ച് എക്സാമ്പിൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഇവിടെ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആൻഡ് അപ്പോൾ ഈ ഒരു ട്രെൻഡ് നമുക്കറിയാം, ഇതൊരു ബുള്ളിഷ് ട്രെൻഡാണ്. അപ്പം നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെൻഡ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ട്രെൻഡ് മനസ്സിലാക്കാൻ നമുക്കിപ്പം മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ യൂസ് ചെയ്ത് ഇപ്പം ഇവിടെ നമുക്കറിയാം ഒരു ഹയർ ഹൈ ഫോർമേഷൻ ആണുള്ളത്. അപ്പോൾ നമുക്കൊരു അപ്പ് ട്രെൻഡാണെന്ന് പറയാം. അതല്ലാതെ ചില ന്യൂസുകളൊക്കെ നമുക്ക് പറയാൻ പറ്റും, ന്യൂസുകൾ അല്ലെങ്കിൽ ഇവൻറ്റുകൾ വരുന്ന സമയത്ത് നമുക്ക് ഓക്കെ ഈ ഇന്ന ഡയറക്ഷനോട്ട് മൂവ്മെൻറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ട്രെൻഡ് മനസ്സിലാക്കിയെടുക്കുക. ദെൻ നെക്സ്റ്റ് ഞാൻ ഈ ഒരു ദിവസത്തെ എക്സാമ്പിളാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ദിവസത്തെ ഞാൻ വോളിയം പ്രൊഫൈൽ ആഡ് ചെയ്തു. അപ്പോൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഇതാണ് വാല്യൂ ഏരിയ വന്നിരിക്കുന്നത്. വോളിയം പ്രൊഫൈൽ എങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിരുന്നു. ഇതാണ് വാല്യൂ ഏരിയ എന്ന് പറയുന്നത്. താഴെയുള്ളത് വാല്യൂ ഏരിയ ലോ VAL, മുകളിലുള്ളത് VAH, വാല്യൂ ഏരിയ ഹൈ പോയിന്റ്. അപ്പം മാർക്കറ്റ് നെക്സ്റ്റ് ഡേ ഓപ്പൺ ചെയ്തത് എവിടെയാണ്, ഓപ്പൺ വിത്തിൻ വാല്യൂ ഏരിയ. അപ്പോൾ ഓപ്പൺ വിത്തിൻ വാല്യൂ ഏരിയ ഒരു ബുള്ളിഷ് ട്രെൻഡിലാണെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു ബൈ അറ്റ് POC അല്ലെങ്കിൽ ബൈ അറ്റ് VAL, വാല്യൂ ഏരിയ ലോ. അപ്പോൾ ഇവിടെ എക്സാക്ട്ലി POCൻ്റെ താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. നെക്സ്റ്റ് എക്സാക്ട്ലി വാല്യൂ ഏരിയ ലോയിൽ ഒരു സപ്പോർട്ട് എടുത്ത് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് നടത്തിയതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ബൈ അറ്റ് വാല്യൂ ഏരിയ ലോയിൽ ഒരു ബൈ എൻട്രി നമുക്ക് അവിടെ എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ നോർമലി നമ്മളെല്ലാ സെറ്റപ്പുകളൊക്കെ പറയുന്ന അതേ സെയിം കാര്യം നമ്മൾ യൂസ് ചെയ്താൽ മതി. സ്റ്റോപ്പ് ലോസ് അതിൻ്റെ തൊട്ട് താഴെ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ഇട്ട് നമുക്ക് വെക്കാം.
ടാർഗറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ റിസ്ക് റിവാർഡ്. നിങ്ങളുടെ റിസ്ക് റിവാർഡിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. 1:1 മിനിമം കീപ്പ് ചെയ്യുക. അതാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. നിങ്ങൾ എത്രയാണോ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് മിനിമം അത്രയെങ്കിലും ടാർഗറ്റ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, പിന്നെ നമുക്ക് പല മെത്തേഡുകളുണ്ട്. സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് പോകാം, പ്രോഫിറ്റ് ലോക്ക് ചെയ്തിട്ട് മാക്സിമം വെയിറ്റ് ചെയ്തിരിക്കുക. അത് ഓരോരുത്തരുടെയും ക്യാരക്ടറിനനുസരിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇതിവിടെയും നമുക്ക് കാണാം ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ട്രെൻഡാണ് മനസ്സിലാക്കിയത്. കാരണം ഹയർ ഹൈ ഫോർമേഷനാണ് വന്നിരിക്കുന്നത്. ദെൻ ഈ ഒരു ദിവസത്തെ മാർക്കറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ ഓപ്പൺ എബോവ് വാല്യൂ അല്ലേ, ഓപ്പൺ എബോവ് വാല്യൂ. അതെങ്ങനെ മനസ്സിലായത്? ഇതാണ് വാല്യൂ ഏരിയ. ഈ ഒരു ഡാർക്ക് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതാണ് വാല്യൂ ഏരിയ. സോ നെക്സ്റ്റ് ഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അതിൻ്റെ മുകളിലാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു സ്റ്റിൽ മാർക്കറ്റിൻ്റെ സെയിം സെൻറ്റിമെൻറ്റ് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ബൈ അറ്റ് POC പോയിന്റ് ഓഫ് കൺട്രോൾ നമുക്ക് ബൈ ചെയ്യാം, അല്ലെങ്കിൽ ബൈ അറ്റ് VAH. സോ വാല്യൂ ഏരിയ ഹൈ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഉടനെ തന്നെ ഒരു സെല്ലിങ് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് താഴോട്ട് വന്നിട്ടുണ്ട്. ബട്ട് എക്സാക്ട്ലി POCയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും എക്സാക്ട്ലി അവിടെ മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് അവിടെ ഇനഫ് കൺഫർമേഷൻ കൂടി തന്നിട്ടുണ്ട്. ഗ്രീൻ ക്യാൻഡിൽ തന്നിട്ടുണ്ട് വേണം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്സൈഡ് മൂവ്. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാം. സ്റ്റോപ്പ് ലോസ് റിസ്ക് റിവാർഡ് അതിനനുസരിച്ചിട്ട് മാനേജ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് അതിൻ്റെ താഴെ വെക്കാം, അല്ലെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള ലെവലിൻ്റെ താഴെ വെക്കാം. റിവാർഡ് അതിനനുസരിച്ച് മിനിമം 1:1 എങ്കിലും കീപ്പ് ചെയ്യാം. ഓക്കെ, എക്സാക്ട്ലി ആ ഒരു സെയിം കാര്യം തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ നമ്മൾ നോക്കാം. സ്റ്റിൽ അഗെയിൻ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബുള്ളിഷ് ട്രെൻഡാണ്. ദെൻ നമ്മൾ വാല്യൂ ഏരിയ മാർക്ക് ചെയ്തു. ദെൻ ഈ ഒരു ദിവസത്തെ ചാർട്ടാണ് നമ്മൾ നോക്കുന്നത്. അത് ഓപ്പൺ ചെയ്തിരിക്കുന്നത് വാല്യൂ ഏരിയൻ്റെ താഴെയാണ്. കാരണം ഇതാണ് വാല്യൂ ഏരിയ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് മാർക്കറ്റിൽ ഇത്രയും നാൾ ബുള്ളിഷായ മാർക്കറ്റിൽ അതിൻ്റെ സെൻറ്റിമെൻറ്റ് ഒന്ന് ചേഞ്ച് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റും. മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് ഒന്ന് ചേഞ്ച് ചെയ്തു അല്ലേ. അപ്പം മേ ബി ബീറിഷിലോട്ട് ആവാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ സ്ട്രാറ്റജിയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എപ്പോഴാണോ ബിലോ വാല്യൂ ഏരിയയിൽ ഓപ്പൺ ചെയ്യുന്ന ഒരു ബുള്ളിഷ് ട്രെൻഡിൽ നമ്മൾ സെൽ എൻട്രി ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ വാല്യൂ ഏരിയ ലോയിൽ നമ്മൾ നടക്കുന്ന പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് അവിടെ നിന്ന് ഒരു ട്രേഡ് നമുക്ക് കൺസിഡർ ചെയ്യാം. സെൽ അറ്റ് വാല്യൂ ഏരിയ ലോ. അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. എക്സാക്ട്ലി വാല്യൂ ഏരിയയിലൊരു റെസിസ്റ്റൻസ് എടുത്ത് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സെല്ലിങ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പം നമുക്ക് അവിടെ നിന്ന് ഒരു സെൽ എൻട്രി എടുക്കാം. ആൻഡ് ഇപ്പം നമ്മളെപ്പോഴും എൻട്രി എടുക്കുന്ന സമയത്ത് നമ്മളുടെ അവിടെ നടക്കുന്ന പ്രൈസ് ആക്ഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ട്രേഡുകൾ കൺസിഡർ ചെയ്യാം. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചായിരിക്കണം ആ ഒരു ട്രേഡ് എൻട്രി നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, സോ അപ്പോൾ ഇതാണ് നമ്മൾ ബുള്ളിഷ് ട്രെൻഡിൽ നമ്മൾ 3 സ്ട്രാറ്റജികൾ ഡിസ്കസ് ചെയ്തത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആ ഒരു ഫസ്റ്റ് പാർട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക, എന്താണ് സെറ്റപ്പ് എന്നുള്ളത്. അല്ലെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്ത് വെച്ചിരിക്കുക, നിങ്ങൾ ഡയറിയിൽ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ദെൻ പഴയ ചാർട്ടുകളൊക്കെ നോക്കിയിട്ട് അനലൈസ് ചെയ്യുക. ഏതാണ് ഹൈ പ്രോബബിലിറ്റി സെറ്റപ്പ് അതൊക്കെ നമ്മൾ നോക്കി മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ, ഇതാണ് നിങ്ങൾക്കുള്ള ഒരു ടാസ്ക്. ഇനി ബീറിഷ് മാർക്കറ്റിൽ നേരെ ഓപ്പോസിറ്റ്, എൻട്രി ഇൻ ബീറിഷ് ട്രെൻഡ് അല്ലേ, വളരെ സിമ്പിളാണ്, നേരെ ഓപ്പോസിറ്റ്. സോ സ്ട്രാറ്റജി നമ്പർ 1 ഓപ്പൺ ബിലോ വാല്യൂ ഏരിയ. ഓപ്പൺ ചെയ്യുന്നത് വാല്യൂ ഏരിയൻ്റെ താഴെയാണെങ്കിൽ സെൽ അറ്റ് VAL ആൻഡ് POC സ്ട്രാറ്റജി. അതായത് സെയിം കാര്യം തന്നെയാണ്. ഇപ്പം ഒരു ബീറിഷ് ട്രെൻഡിൽ ഇതിൻ്റെ താഴെ വാല്യൂ ഏരിയൻ്റെ താഴെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സ്റ്റിൽ നമുക്ക് പറയാൻ പറ്റും സെയിം സെൻറ്റിമെൻ്റ് ആണ് മാർക്കറ്റിലുള്ളതെന്നുള്ളത്. ലോജിക്കും നമ്മൾ ഓർത്തിരിക്കുക. അല്ലാതെ വാല്യൂ ഏരിയ ഹൈ POC എന്ന് പറയുന്ന കാര്യം ലോജിക്ക് ഓർത്തിരിക്കാം. ഓക്കെ, ദെൻ സ്ട്രാറ്റജി നമ്പർ 2 ഓപ്പൺ വിത്തിൻ വാല്യൂ ഏരിയ. ഓപ്പൺ ആ ഒരു വാല്യൂ ഏരിയൻ്റെ ഉള്ളിൽ തന്നെ ഓപ്പൺ ചെയ്തിരിക്കുന്നതിൽ സ്റ്റിൽ മാർക്കറ്റിൽ ആ ഒരു സെൻറ്റിമെൻറ്റ് തന്നെയാണുള്ളത്. അപ്പോൾ നമുക്ക് സെൽ എൻട്രി കൺസിഡർ ചെയ്യാം, സെൽ അറ്റ് POC ഓർ VAH. സ്ട്രാറ്റജി നമ്പർ 3 ഓപ്പൺ എബോവ് വാല്യൂ ഏരിയ. അതായത് ഒരു ബീറിഷ് ട്രെൻഡാണ്. ദെൻ മാർക്കറ്റ് സഡൻലി വാല്യൂ ഏരിയൻ്റെ മുകളിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മേ ബി ആ ഒരു ബീറിഷ് ട്രെൻഡിന് ഒരു അവസാനം എന്ന രീതിയിലായിരിക്കാം നിൽക്കുന്നത്. അപ്പോൾ നമുക്കൊരു ബൈ എൻട്രിക്ക് വേണ്ടി നമുക്ക് കൺസിഡർ ചെയ്യാം. സോ വാല്യൂ ഏരിയ ഹൈയിൽ അല്ലെങ്കിൽ POCയിൽ നമുക്ക് ബൈ എൻട്രി നമുക്ക് കൺസിഡർ ചെയ്യാം. നമ്മൾ മുൻപ് പഠിച്ചിരുന്ന ബുള്ളിഷ് ട്രെൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഓക്കെ, എക്സാമ്പിൾ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഇത് മാത്രമല്ല നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ അനലൈസ് ചെയ്ത് നോക്കുക, എങ്കിൽ മാത്രമേ അതിൽ കാര്യമുള്ളൂ. ഓക്കെ, അപ്പം ഇവിടെ നമുക്കൊരു ബിയറിഷ് ട്രെൻഡാണ് മാർക്കറ്റിൽ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിൽ. ആൻഡ് ഞാനിവിടെ വോളിയം പ്രൊഫൈൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് ഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഇതാണ്. ഈ ഒരു ദിവസത്തെ ചാർട്ടാണ് ഞാൻ നോക്കുന്നത്. നെക്സ്റ്റ് ഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്
ബിലോ വാല്യൂ ഏരിയൻ്റെ താഴെയാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് പറയാം സ്റ്റിൽ മാർക്കറ്റിൽ സെയിം സെൻറ്റിമെൻറ്റ് തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ സെൽ എൻട്രിക്ക് വേണ്ടി നോക്കുക. ഏതാണോ റൈറ്റ് ലൊക്കേഷൻ, സെൽ അറ്റ് POC വോളിയം പ്രൊഫൈൽ അനുസരിച്ചിട്ട് പോയിന്റ് ഓഫ് കൺട്രോളിലൊരു സപ്പോർട്ട് എടുത്തു, റെസിസ്റ്റൻസ് എടുത്തു, അവിടെ നിന്ന് സ്ട്രോങ് ആയിട്ടുള്ള സെല്ലിങ്. അപ്പോൾ നമുക്ക് എന്താണ് അവിടെ നിന്നൊരു സെൽ എൻട്രി നമുക്ക് കൺസിഡർ ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ രണ്ടാമത് പറഞ്ഞിരുന്നു സെൽ അറ്റ് VAL വാല്യൂ ഏരിയ ലോ. പിന്നീട് മാർക്കറ്റ് എക്സാക്ട്ലി വാല്യൂ ഏരിയ ലോയിൽ വന്നിട്ട് വീണ്ടും ഒരു സ്ട്രോങ് സെല്ലിങ് നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം എപ്പോഴാണോ ഒരു ബിയറിഷ് ട്രെൻഡിൽ ബിലോ വാല്യൂ ഏരിയൻ്റെ താഴെ ഓപ്പൺ ചെയ്യുന്നത്, അപ്പോൾ POC അല്ലെങ്കിൽ VAL നമുക്ക് VAL മീൻസ് വാല്യൂ ഏരിയ ലോയിൽ നമുക്ക് സെൽ എൻട്രി എടുക്കാം. അവിടെ നടക്കുന്ന പ്രൈസ് ആക്ഷനും കാര്യങ്ങളൊക്കെ നോക്കി അല്ലേ, നമ്മൾ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണെങ്കിലും ശരി, അവിടെ നടക്കുന്ന മാർക്കറ്റിൻ്റെ മൊമെൻറ്റം ആണെങ്കിലും ശരി, ഇവൻ നമുക്ക് മൾട്ടിപ്പിൾ ഈവൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഒക്കെ നോക്കി നമുക്ക് എന്താണ് കൺഫർമേഷൻ എടുക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് ഈ ഒരു എക്സാമ്പിൾ ഒരു ഷാർപ്പായിട്ടുള്ളൊരു സെല്ലിങ് നമുക്ക് കാണാം. സോ ഒരു മാർക്കറ്റിൽ ഒരു ബിയറിഷ് ട്രെൻഡാണ്. അപ്പം ഈ ഒരു ദിവസം നമ്മൾ നോക്കാം, ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് വിത്തിൻ വാല്യൂ ഏരിയ ആണ് അല്ലേ. മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് വാല്യൂ ഏരിയയുടെ ഉള്ളിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞൊരു ബിയറിഷ് ട്രെൻഡിൽ വിത്തിൻ വാല്യൂ ഏരിയൻ്റെ ഉള്ളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്താണ് സെൽ അറ്റ് VAH വാല്യൂ ഏരിയ ഹൈയിൽ നമുക്ക് സെല്ല് ചെയ്യാം. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എക്സാക്ട്ലി VAHലൊരു സെല്ലിങ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് വീണ്ടും ആ ഒരു നെഗറ്റീവ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തു. അത് കഴിഞ്ഞ് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമുക്കറിയാം ഓപ്പൺ ബിലോ വാല്യൂ ഏരിയ. അപ്പോൾ നമുക്കറിയാം VAL എന്താണ് സെൽ എൻട്രി നമുക്ക് കൺസിഡർ ചെയ്യാം. VAL വാല്യൂ ഏരിയ അല്ലോ. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ VAL VAH എന്നൊക്കെ പറയുമ്പോൾ കൺഫ്യൂഷൻ ആകാതിരിക്കുക. ഓക്കെ, അത് നിങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്തു വെച്ചിരിക്കുക. അത് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവും. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ ഒരു ബിയറിഷ് ട്രെൻഡിൽ എപ്പോഴാണോ വാല്യൂ ഏരിയൻ്റെ മുകളിൽ ഓപ്പൺ ചെയ്യുന്നത്, അപ്പോൾ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് സ്ലൈറ്റ്ലി ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് മാർക്കറ്റിൽ എപ്പോഴാണോ VAHൽ വരുന്നത് അവിടെ നമുക്കൊരു ബൈ എൻട്രി എടുക്കാം. റൈറ്റ്, ഇവിടെ മാർക്കറ്റ് ഓപ്പൺ എബോവ് വാല്യൂ ഏരിയ ഹൈ അല്ലെങ്കിൽ വാല്യൂ ഏരിയ, ദെൻ വാല്യൂ ഏരിയ ഹൈയിൽ വരുന്ന സമയത്ത് ഒരു ട്രേഡ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇതാണ് വാല്യൂ അല്ലെങ്കിൽ വോളിയം പ്രൊഫൈൽ യൂസ് ചെയ്തിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള സെറ്റപ്പ്. ഓക്കെ, അപ്പം ഇത് വളരെ ബേസിക് ആയിട്ടുള്ള സെറ്റപ്പാണ്. ആൻഡ് ഇത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സെറ്റപ്പാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക, മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തിരിക്കുക. ഓക്കെ, ഇനി ഇതിൽ വരുന്ന ഒരുപാട് ട്രാപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. റൈറ്റ്, സോ ഡെഫിനറ്റ്ലി ഇപ്പം ട്രേഡേഴ്സ് യൂസ് ചെയ്യുന്ന ഏത് പ്രൈസ് ആക്ഷൻ ആണെങ്കിലും ശരി, ഇൻഡിക്കേറ്റർ ആണെങ്കിലും ശരി, ഏത് ടൈപ്പ് ഓഫ് അനാലിസിസ് ആണെങ്കിലും ശരി, അതിലൊക്കെ ട്രാപ്പുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പം ആ ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കുക. സോ നമ്മൾ എങ്ങനെയാണ് ട്രാപ്പിൽ നിന്ന് ട്രാപ്പ് ട്രേഡിങ് ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് മുൻപ്, എങ്ങനെ നമുക്ക് ഫാൾസ് ബ്രേക്കൗട്ടുകളിൽ നിന്നൊക്കെ പ്രോഫിറ്റ് എടുക്കുക എന്നുള്ളത്. അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് എന്താണ് നല്ല ഒരു ഡിസ്ക്രിപ്ഷനോടെ അല്ലെങ്കിൽ നല്ലൊരു കൺവിക്ഷനോടെ കൂടി നമുക്ക് എന്താണ് ട്രേഡുകൾ കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതിപ്പം ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതിനർത്ഥം നാളെ മുതൽ നിങ്ങൾ ട്രേഡുകൾ എടുക്കാമെന്നല്ല. ഇതൊരു സ്റ്റഡി പർപ്പസിന് വേണ്ടിയാണ്. മാർക്കറ്റിൽ ഉണ്ടാകുന്ന വലിയ മൂവ്മെൻറ്റുകളും കാര്യമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓക്കെ, അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ മാക്സിമം ഓർത്തിരിക്കുക. ഇനിയൊരു ഫൈനൽ തോട്ട് പറയുകയാണെങ്കിൽ ഫ്ലെക്സിബിലിറ്റി ആൻഡ് അഡാപ്റ്റേഷൻ. സോ ഓൾവേസ് യൂസ് യുവർ ഡിസ്ക്രിപ്ഷൻ. മാർക്കറ്റ് കണ്ടീഷൻസ് ക്യാൻ ചേഞ്ച് റാപ്പിഡ്ലി, സോ അഡ്ജസ്റ്റ് യുവർ സ്ട്രാറ്റജീസ് അക്കോർഡിംഗ്ലി. ഇപ്പം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സ്ട്രാറ്റജികൾ ഇപ്പം മാർക്കറ്റിൻ്റെ കണ്ടീഷൻ ചിലപ്പോൾ മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇപ്പം നമുക്കറിയാം ലാസ്റ്റ് 2 മന്തിലൊക്കെ നോക്കുവാണെങ്കിൽ മാർക്കറ്റിൽ ഇലക്ഷൻ ഉണ്ടായിരുന്നു. ഇലക്ഷൻ റിസൾട്ടിനനുസരിച്ചിട്ട് മാർക്കറ്റ് മൂവ്മെൻറ്റ് വന്നു. ബഡ്ജറ്റ് ഉണ്ടായിരുന്നു, ബഡ്ജറ്റിനനുസരിച്ചിട്ട് മൂവ്മെൻറ്റ് വന്നു, കണ്ടീഷൻസ് മാറി. ദെൻ ഗ്ലോബൽ ഇവൻ്റ് ഉണ്ടായിരുന്നു. അതുപോലെ ഇനി അപ്കമിങ് US ഇലക്ഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചിട്ട് നമ്മൾ എപ്പോഴും അഡാപ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമ്മുടെ ആ ഒരു സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതായത് നമ്മുടെ ആ ഒരു വ്യൂവും കാര്യങ്ങൾ ഇന്ന കാര്യങ്ങൾക്ക് വരുന്നുണ്ടെന്നുള്ളത്. പിന്നെ കണ്ടിന്യൂസ് ലേണിംഗ്. ഓക്കെ, സോ കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്യുക ആൻഡ് ഈ ഒരു പ്രിൻസിപ്പിളൊക്കെ അപ്ലൈ ചെയ്ത് പ്രാക്ടീസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക. ഓക്കെ, ഇതിനെക്കാട്ടിയും മുകളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഡിസിപ്ലിനോട് കൂടി ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ആ ഒരു കാര്യം ആൻഡ് എപ്പോഴും ഓൾവേസ് യൂസ് യുവർ ഡിസ്ക്രിപ്ഷൻ. നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ചിട്ട് മാത്രം ട്രേഡ് എടുക്കുക. റൈറ്റ്, ഓക്കെ, സോ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. സോ ബൈ ബൈ, താങ്ക് യു.